ലീഡേഴ്സ് മോർണിംഗിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് അബിൻ വർക്കിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ശ്രീ അബിൻ വർക്കി, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്, ന്യൂസ് മലയാളത്തിലേക്ക് സുസ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അബിൻ, ഇന്നിപ്പോൾ സംസ്ഥാന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ. മിഷൻ 2026 എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അബിനും ടീമും എല്ലാം മുന്നോട്ട് പോവുകയാണ്, കോൺഗ്രസ് ആകെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഈ ക്യാമ്പിന്റെ ലക്ഷ്യം, ക്യാമ്പിന്റെ ഒരു സന്ദേശം, അതൊക്കെ ഒന്ന് ആദ്യമേ പറയാമോ അബിൻ? തീർച്ചയായിട്ടും ഇത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ ഒരു പ്രോസസ്സാണ് സംസ്ഥാന നേതൃപഠന ക്യാമ്പ് എന്നുള്ളത്. ഇത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 700ഓളം ഡെലിഗേറ്റുകളാണ് ഈ ക്യാമ്പിൽ 3 ദിവസങ്ങളായി പങ്കെടുക്കുന്നത്. ഇന്ന് തുടങ്ങി 30-ാം തീയതി വരെയുള്ള 3 ദിവസങ്ങളിലായി 700ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ക്യാമ്പാണ്. ഇത്രയധികം പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നേതൃപഠന ക്യാമ്പ് ആദ്യമായിട്ടായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ. നമ്മൾ സത്യ സേവ സംഘർഷ് എന്ന ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ് നമ്മുടെ ക്യാമ്പിന്റെ തീമായി തന്നെ വെച്ചിരിക്കുന്നത്. സംസ്ഥാന ലീഡർഷിപ്പ് ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ സ്വാഭാവികമായി ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള യുവജന സംഘടനകളുടെ മുന്നൊരുക്കങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 2 സംഘടനാപരമായ പുനരെഴുത്തുകൾ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകളുണ്ടാവും. 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ വിഷൻ 2050 ഫ്യൂച്ചർ കേരള എന്നുള്ള വിഷയത്തിൽ വിവിധ വിഷയങ്ങളിലായി ചർച്ചകൾ രേഖപ്പെടുത്തി ഒരു 2050-നെ കേരളത്തിലെ യുവത എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വളരെ വിശദമായ ഒരു പേപ്പർ പുറത്തിറക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ ദിവസം പൂർണ്ണമായി അതിനുവേണ്ടിയാണ് ചർച്ചകൾ മാറ്റിവെച്ചിരിക്കുന്നത്. സംഘടനാപരമായും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചർ കേരളയുമായി ബന്ധപ്പെട്ട 3 ദിവസങ്ങളിലായി വളരെ വിപുലമായ 700ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന, കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുന്ന, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലേക്കുള്ള 700ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന വിശദമായ ചർച്ചകൾ. അത് 3 പ്രമേയങ്ങൾ, രാഷ്ട്രീയ പ്രമേയം, സംഘടനാ പ്രമേയം, പരിസ്ഥിതി പ്രമേയം ചർച്ചയോടുകൂടിയും 3 പ്രമേയങ്ങൾ അല്ലാതെയും ഒക്കെ വരുന്ന വളരെ വിശദമായ ഒരു സംഘടനാ പ്രോസസ്സിനാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നേതൃത്വം നൽകുന്നത്. അബിനി, രാഷ്ട്രീയ പ്രമേയം, സംഘടനാ പ്രമേയം, പരിസ്ഥിതി പ്രമേയങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ വളരെ വലിയ ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ എക്കാലത്തും. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ചർച്ചയാകാൻ തുടക്കമിടുന്ന ഒരു പ്രമേയങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ വാർത്താ ദിനത്തിൽ? അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയങ്ങൾ അത് ദേശീയ തലത്തിൽ പോലും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ ദേശസാൽക്കരിക്കണമെന്ന് ആദ്യമായി ഒരു പ്രമേയത്തിലൂടെ ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പായിരുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അന്ന് നടത്തിയ സംസ്ഥാന ക്യാമ്പിലാണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രമേയമായി തന്നെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രമേയത്തിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായി സംഘടനാപരമായി വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിമർശനങ്ങളായി തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രമേയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അത് സ്വാഭാവികമായും വാർത്തകളിലും ഒക്കെ ആകാറുണ്ട്. ഈ ഇടയ്ക്ക് സംഘടനാപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഈ 700 ഡെലിഗേറ്റുകളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് അവർക്ക് ഉയർത്താവുന്നതാണ്. സംഘടനാ പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തുറന്ന ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാവും. അതൊക്കെ പ്രമേയങ്ങളിൽ ഉൾക്കൊള്ളിക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ശ്രീ അബിൻ, ഈ തുറന്ന ചർച്ചകൾ എന്നിപ്പോൾ അങ്ങ് ചൂണ്ടിക്കാട്ടിയല്ലോ. യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും സംസ്ഥാനത്തെ കോൺഗ്രസിനെ, രാജ്യത്തെ കോൺഗ്രസിന് ഒരു വഴികാട്ടിയായി മുന്നോട്ട് പോയിട്ടുള്ളതാണ്. നമുക്കറിയാം, AK ആന്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ നിരവധി ആളുകൾ, ഇപ്പോഴുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് വരെയുള്ള ആ ദീർഘമായ നിര യൂത്ത് കോൺഗ്രസിലൂടെ, KSUയിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ വന്നവരാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഒരു തിരുത്തൽ ശക്തിയായി നിന്നവരാണ്. ഇന്ന് ആ വിധത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം യൂത്ത് കോൺഗ്രസിൽ കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതേപടി ഉണ്ടോ? അല്ല, പിന്നെ അങ്ങനെയല്ല. ഇതിനകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു പറയാറില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. അകത്ത് സംഘടനാപരമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടിടത്തൊക്കെ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട്. പിന്നെ പൂർവ്വകാലത്തെ പോലെ പുറത്തു പറഞ്ഞ് അതൊരു വലിയ വാർത്തയാക്കി ആ വാർത്തയിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്ക് നയിക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ പുലർത്തുന്ന ഒരു പക്വത ആണ് എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ബില്ലിന് ഓർമ്മയുണ്ടാവും,
പല വിഷയങ്ങളിലും തുറന്ന ചർച്ചകളിലേക്കും തുറന്ന വിവാദങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസും KSUവിൻ്റെ നേതാക്കന്മാർക്ക് വരാറുണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറണം എന്നുള്ളത് കൊണ്ട് ഒരു തുടർ ഭരണത്തിനൊക്കെ ശേഷം വളരെ പക്വതയാർന്ന പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അത് സംഘടനാപരമായ ചില ക്ഷീണങ്ങൾ ഈ പാർട്ടിക്കുണ്ടെന്നും തുറന്ന പ്രസ്താവനകൾ പലപ്പോഴും ഗുണം ചെയ്യില്ല എന്നുള്ളതും കൊണ്ടാണ് അങ്ങനെ പെരുമാറിയിരുന്നത്. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ കൃത്യമായ വിമർശനങ്ങൾ ആർക്കൊക്കെ എതിരെ ഉയർത്തേണ്ടതുണ്ടോ, ഏതൊക്കെ നടപടികൾക്കെതിരെ ഉയർത്തേണ്ടതുണ്ടോ അതൊക്കെ കൃത്യമായി തന്നെ ഉയർത്തിപ്പോകുന്നുണ്ട്. പിന്നെ അതൊന്നും നിങ്ങളിലേക്ക് വാർത്തയായി ആരും തരുന്നില്ല എന്നുള്ളതും അതും ബോധപൂർവമാണ്. കാരണം അങ്ങനെ ഒരു വാർത്ത തന്നുകൂടി ക്ഷീണിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലാത്തത് കൊണ്ട് മാത്രമാണ്. വളരെ നല്ല കാര്യം അബിൻ. ആ സംഘടനാ ചട്ടക്കൂട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് തുടരാനാവട്ടെ. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഊർജ്ജം അത് UDF-ൽ യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല, കോൺഗ്രസിൽ ആകെ പാർട്ടി സംവിധാനത്തിൽ, ഐക്യമുന്നണി സംവിധാനത്തിലെല്ലാം തന്നെ കാണാനാകുന്നുണ്ട്. ഓരോ നേതാക്കളിലും കാണാനാകുന്നുണ്ട്. അബിൻ്റെ മുഖത്തും എനിക്ക് ആ പോസിറ്റീവ് എനർജി കാണാനാകുന്നുണ്ട്, ആ ഉന്മേഷം, ഊർജ്ജം. അപ്പോൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ വർക്ക് ചെയ്ത ഫാക്ടർ എന്താണ് അബിൻ്റെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും നിലമ്പൂരിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ അത് ഭരണവിരുദ്ധ വികാരമാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. മറ്റെല്ലാ ഫാക്ടറുകളും അതിന് കീഴെയാണ്. കേരളത്തിനുള്ളിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ഏറ്റവും മൂർധന്യാവസ്ഥയിലാണുള്ളത്. അതിൻ്റെ ഒരു പരിച്ഛേദം മാത്രമായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ബിന്നിൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നല്ലോ. നിലമ്പൂരിൽ മാസങ്ങളോളം ഞങ്ങൾ വർക്ക് ചെയ്ത ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംഘടനാപരമായ ചുമതല വഹിച്ച് നിലമ്പൂരിൽ പോയി വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. 2, കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ആ കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ സംഘടനാപരമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടന്നിട്ടുണ്ട്. അത് KPCCയുടെ ഭാഗത്തു നിന്നും, യുവജന സംഘടന എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള, അതുപോലെ തന്നെ UDF-ന്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ. അതിന്റെ പ്രഥമ ഉദാഹരണമാണ് അവിടെ ഏതാണ്ട് 6100ഓളം പുതിയ വോട്ടർമാരെ ചേർന്നപ്പോൾ അതിൽ 4500ഉം 4700 വോട്ടുകൾ UDF ആണ് പുതിയതായി ചേർത്തത് എന്ന് പറയുമ്പോൾ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ എത്രമാത്രം നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. 3, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ആ സ്ഥാനാർത്ഥിക്ക് മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി അവിടെ വലിയ രീതിയിലുള്ള ജനപിന്തുണ. ഇപ്പം നമുക്കറിയാം മുൻകാലങ്ങളിൽ അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം പ്രവർത്തിക്കുന്നതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ മേന്മ എന്നുള്ളത് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. 4, ഞങ്ങളുടെ കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എല്ലാ ബൂത്തുകളിലും നേതാക്കന്മാർ കയറിയിട്ടുണ്ട്. ഈ റാങ്ക് ആൻഡ് ഫയലിലുള്ള എല്ലാ നേതാക്കന്മാർ ഒരു ദിവസം 10 വീടെങ്കിലും അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ വീടുകളുമായി നിരന്തരമായി ജനങ്ങളുമായി സംവദിച്ചതിന്റെ കൂടി പ്രതിഫലമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ഒരു സെമി ഫൈനൽ ആയിരുന്നു എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഞങ്ങൾ കളിച്ചു. ആ കളിയിൽ ഞങ്ങൾ വിജയിച്ചു. അത് ഞങ്ങളുടെ കൂട്ടായ ടീം വർക്കിന്റെ വിജയമാണ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് കൂട്ടായ യുവജന സംഘടനകൾക്കുള്ളിലുമുണ്ട്. ആ ഫൈനൽ കളിക്കാനുള്ള വലിയ കോൺഫിഡൻസ് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ആ ക്രെഡിറ്റ് കൂട്ടായ കളക്റ്റീവ് ലീഡർഷിപ്പിനാണ് അബിൻ കൊടുക്കുന്നത് എന്ന ആ വാക്കുകളിൽ വ്യക്തമാണ്. പക്ഷേ ഈ സോൾജിയർ, ക്യാപ്റ്റൻ, മേജർ അങ്ങനെ സംസ്ഥാന കോൺഗ്രസിൽ പതിവില്ലാതെ കേൾക്കാത്ത ചില പ്രയോഗങ്ങൾ ഇപ്പോൾ ഈ അടുത്തായി കേൾക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടതാണോ, അല്ലെങ്കിൽ അതങ്ങനെ പോട്ടെ എന്നാണോ അബിൻ? സംസ്ഥാന കോൺഗ്രസിൽ എല്ലാവരും സോൾജിയേഴ്സാണ്. അതിപ്പോൾ ഞാനും സോൾജിയറാണ്. ശ്രീ KPC പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹവും സോൾജിയറാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാം സോൾജിയേഴ്സാണ്. പിന്നെ വിവാദങ്ങൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായി ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ആ വിവാദങ്ങളുടെ ഒരു ഇതിൽ കണ്ടാൽ മതി. പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വിവാദങ്ങളായിരുന്നു. കാരണം നമ്മൾ ഈ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മേജർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദങ്ങൾ, ഈ കാരണഭൂതനൊന്നും സ്വാഭാവികമായി കോൺഗ്രസ് ഉയർത്തുന്ന ഒരു പദങ്ങളല്ല. അത് കഴിഞ്ഞ കുറെ കാലമായി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്തുതിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കിങ്കര വൃന്ദം
പടച്ചുവിട്ട കുറെ പദങ്ങളാണ്. ആ പദങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായി കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അങ്ങനെയുള്ള പദങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ ശ്രമിച്ചാലോ പറയാൻ ശ്രമിച്ചാലോ അതൊന്നും കോൺഗ്രസിന്റെ അണികളാലും ഏറ്റുവിളിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന പദമാണ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി CPM-കാർ അവിടെ ഉയർത്തിയത്. അന്ന് നമ്മൾ അതിനെതിരെ പറഞ്ഞ ആളുകളാണ്. കാരണഭൂതൻ എന്ന പദത്തിനെതിരെ പറഞ്ഞവരാണ് നമ്മൾ. അല്ലെങ്കിൽ മറ്റ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഡോക്യുമെന്ററികളിൽ അദ്ദേഹത്തിന്റെ സൈക്കോഫെൻസ് ടീം ഉണ്ടാക്കുന്ന ഈ സ്തുതിഗീതങ്ങൾക്കെതിരെ പറയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പദങ്ങളൊക്കെ തിരിച്ച് കോൺഗ്രസിൽ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ അവരെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അതൊന്നും കോൺഗ്രസ് അണികൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത് ഏതെങ്കിലും ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവരുടെ നേതാക്കന്മാരോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് ആരെങ്കിലുമൊക്കെ പടച്ചുവിടുന്നതായിരിക്കും. അതിനൊന്നും നേതാക്കന്മാരെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല. ഇത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളെല്ലാം സോൾജിയേഴ്സ് ആണ്. അത് വ്യക്തമാണ്. അബിന്റെ നിലപാട് വ്യക്തമാണ്. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്, അബിനും തിരക്കുണ്ട്, ക്യാമ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഒരൊറ്റ കാര്യം കൂടി അബിൻ, 2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം വളരെ വേഗത്തിലൊരു മറുപടി ലഭിച്ചാൽ, ഇപ്പോൾ ഈ ഒരു സൂംബ ക്ലാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം അബിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അതിനെതിരെ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുകയാണ്. അത്തരമൊരു വിവാദത്തിന്റെ ആവശ്യമുണ്ടോ? അത് കുട്ടികൾ കായികാഭ്യാസം നടത്തുകയാണ്, അതൊരു പോസിറ്റീവായി കണ്ടാൽ പോരെ. എന്താണ് അബിന്റെ അഭിപ്രായം ഇതിനകത്ത്? അല്ല, തീർച്ചയായിട്ടും ഏത് കായികാഭ്യാസവും നമ്മൾ പോസിറ്റീവായി തന്നെ കാണുന്നതാണ്. അതിപ്പോൾ സൂംബയാണെങ്കിലും ഇതിനു മുമ്പ് മെക്സവൺ ഉണ്ടായപ്പോൾ ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ മെക്സവണിൽ പങ്കെടുത്ത ആളാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മളൊന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഇത് ആവശ്യമുള്ള ആളുകൾ അവരുടെ കായികാഭ്യാസങ്ങൾ അവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് സൂംബയാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ഞാൻ സൂംബ ചെയ്യാം. എനിക്ക് മെക്സവൺ ആണ് ഇഷ്ടമെങ്കിൽ ഞാൻ മെക്സവൺ ചെയ്യാം. എനിക്ക് യോഗയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ യോഗ ചെയ്യാം. എനിക്ക് ജിമ്മിൽ പോകാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ജിമ്മിൽ പോകും. എനിക്ക് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനാണ് പോകുന്നത് ഇഷ്ടമെങ്കിൽ അത് ചെയ്യും. ഇതൊന്നും ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നിങ്ങൾ നിർബന്ധപൂർവ്വം ചെയ്യണം എന്ന് പറയുമ്പോൾ മാത്രമാണ് അതിനകത്ത് പ്രശ്നമുള്ളത്. അതല്ലാത്ത പക്ഷം ആർക്ക് ഏത് കായികാഭ്യാസമാണോ ഇഷ്ടമുള്ളത് അതൊക്കെ ചെയ്യാൻ അവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നിലപാട്. ശരി, ആ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരൊറ്റ കാര്യം കൂടി, 2026 മിഷൻ 2026 ആണല്ലോ കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ചെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു കടമ്പ. അതിനു വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളത്. 10 വർഷത്തിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസിനും UDF-നും തിരിച്ചു വരണം. അപ്പോൾ ആ റേസിൽ താങ്കളുടെ തന്നെ ഭാഷയിൽ സോൾജിയറായിട്ടുള്ള അബിൻ വർക്കി എന്ന യുവ നേതാവിനെ, ശ്രദ്ധേയ നേതാവിനെ എവിടെ കാണാം? ഞാൻ പ്രവർത്തകരുടെ ഒപ്പം ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വീതികളിൽ മുഴുവൻ ഉണ്ടാവും. എന്നത്തെയും പോലെ ഉണ്ടാകും. വീട് കയറാനുണ്ടാവും, പോസ്റ്റർ ഒട്ടിക്കാനുണ്ടാവും, പര്യടന പരിപാടിയിൽ പ്രസംഗിക്കാനുണ്ടാവും, ചാനൽ ചർച്ചകളിൽ നിങ്ങളോട് പറയാനുണ്ടാവും. എൻ്റെ പാർട്ടി എന്താണോ എനിക്ക് തരുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞാനുണ്ടാവും. അത് 2026 നിന്നുള്ളത് മാത്രമല്ല, അതിപ്രധാനമായ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാവും. അപ്പോൾ അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാകാനില്ല. ഓക്കെ, ആ പോയിന്റ് കൃത്യമാണ്. പോസ്റ്റർ ഒട്ടിക്കാനുണ്ടാകും എന്ന് പറയുന്നത് അങ്ങേ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങയുടെ പോസ്റ്റർ ഒട്ടിക്കാനാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അബിൻ വർക്കി ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു വിനീത്. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് നമുക്കൊപ്പം അതിഥിയായി ചേർന്നിരിക്കുന്നത്.